ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അടൽ ഭൂജൽ യോജനയെക്കുറിച്ചാണ്. അപ്പോൾ അടൽ ഭൂജൽ യോജന 2019 നിലവിൽ വന്ന ഒരു യോജനയാണ്. 25 ഡിസംബർ 2019 ജോയിൻ വന്ന ഒരു പ്രോഗ്രാമാണ് അടൽ ഭൂജൽ യോജന എന്ന് പറയുന്നത്. അവർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 95th ബർത്ത് ആനിവേഴ്സറി ഓഫ് ദ ഫോർമർ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ 95th ബർത്ത് ആനിവേഴ്സറിക്കാണ്, ആ ഒരു ഒക്കേഷനിലാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 years ആണ്. 2021 to 2024-25 ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. എന്തിനാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്? ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും അത് നമുക്ക് നോക്കാം. നാസയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ ഡിക്ലൈൻ നടക്കുന്നത് ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. ഇതൊരു പ്രോബ്ലമാണ്. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് 2017 ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ ലെവൽ 61% ആയിട്ട് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ 61% ആയിട്ട് ഡിക്രീസ്ഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റീസൺ, ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം എടുക്കുന്നതിനുള്ള റീസൺ. ജൽശക്തി മിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രോഗ്രാം നിലവിൽ വന്നിട്ടുള്ളത്. അടൽ ഭൂജൽ യോജനയ്ക്ക് വേണ്ടി 6000 crore യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം സസ്റ്റൈനബിൾ ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെൻ്റ് ആണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. 6000 crore അതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ 3000 crore ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്രാൻഡ് ഇൻ എയ്ഡായിട്ട് സ്ട്രെസ്ഡ് സ്റ്റേറ്റ്സിന് നൽകും. 7 സ്ട്രെസ്ഡ് സ്റ്റേറ്റ്സ് അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്സിനാണ് ഗ്രാൻഡ് ഇൻ എയ്ഡായിട്ട് 3000 crore നൽകുന്നത്. പിന്നെ ബാക്കി വരുന്ന 3000 crore വേൾഡ് ബാങ്കിൽ നിന്നും ലോണായിട്ട് വരുന്നതാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു ഫണ്ടിങ് ലെവൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സ്കീമിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെങ്കിൽ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ആ സ്കീം പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും കൂടെ, പിന്നെ ഡിമാൻഡ് സൈഡ് ഇൻ്റർവെൻഷൻ. ഒരു കമ്മ്യൂണിറ്റിയെ അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും ഒരു ഡിമാൻഡ് ഇപ്പോൾ എത്ര സ്ട്രെസ്ഡ് സ്റ്റേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഡിമാൻഡ് സൈഡ് ഇൻ്റർവെൻഷൻ, അതിലൂടെയാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെൻറ്റിലേക്ക് അവർ എത്തുന്നത്. അതിന് വേണ്ടി സ്ട്രെസ്ഡ് ഏരിയാസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. 7 ഇന്ത്യയിൽ 7 സ്റ്റേറ്റ്സ് അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുള്ളത്. ഈ സ്കീം ഇതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ജൽ ജീവൻ മിഷൻ്റെ സസ്റ്റൈനബിലിറ്റി ആണ്. പിന്നെ ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഫാർമേഴ്സിൻ്റെ ഇൻകം ഡബിൾ ചെയ്യുക. കൂടുതലായിട്ടും ഫാർമേഴ്സ് വാട്ടർ കൃഷിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരിക. ഇപ്പോൾ ഹൗസ് ഹോൾഡ് പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, ഹൗസ് ഹോൾഡ് വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഒപ്റ്റിമൽ വാട്ടർ യൂസേജ് എന്നുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ചസ് കമ്മ്യൂണിറ്റി ലെവലിൽ കൊണ്ടുവരിക ഇതൊക്കെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു സ്റ്റേറ്റിന് ഗ്രാൻഡ് ഇൻ എയ്ഡ് ആയിട്ടാണ് നൽകുന്നത്. വേൾഡ് ബാങ്കിൻ്റെ ഈ ലോൺ കൊടുക്കുന്നത് ന്യൂ ലെൻഡിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ്. ഒരു ന്യൂ ലെൻഡിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് നൽകുന്നത്. അതാണ് പ്രോഗ്രാം ഫോർ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് ഈ ഫണ്ട് വേൾഡ് ബാങ്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് നൽകും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റിന് ഡിസ്പേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രാൻഡിങ് എയ്ഡായിട്ടാണ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. പിന്നെ 7 സ്റ്റേറ്റ്സ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 7 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ഹരിയാന, ഗുജറാത്ത്, കർണാടക, മധ്യപ്രദേശ്,
മഹാരാഷ്ട്ര, രാജസ്ഥാൻ ആൻഡ് ഉത്തർപ്രദേശ്. ഇങ്ങനെ 7 സ്റ്റേറ്റ്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് സ്ട്രെസ്ഡ് സ്റ്റേറ്റ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ 8353 ഗ്രാമപഞ്ചായത്താണ് അതിൽ ഉൾക്കൊള്ളുന്നത്. അതിൽ ഡിസ്ട്രിക്ട് 78 ഡിസ്ട്രിക്ട്സ് ഇതിൽ പെടുന്നുണ്ട്. 193 ബ്ലോക്സ് ഉണ്ട്. 8353 ഗ്രാമപഞ്ചായത്തും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്കീമിന് 2 കോമ്പണൻസ് ആണുള്ളത്. 2 കോമ്പണൻസ്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ് 2 കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് 1400 crore ചിലവഴിക്കുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ് കോമ്പണൻറ്റ്. ഇതിന് വേണ്ടിയിട്ട് 4600 crore യൂസ് ചെയ്യുന്നത്. എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് വാട്ടർ മാനേജ്മെൻറ്റ് ഗവർണൻസിന് വേണ്ടി കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ഡാറ്റാബേസ് തയ്യാറാക്കാം. പിന്നെ സയൻറ്റിഫിക് അപ്രോച്ച്, ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് റെഡിയാക്കുക. പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനാണ്. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റ്സ് അവരുടെ റിസോഴ്സസിനെ സസ്റ്റൈനബിൾ ലെവലിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എനേബിൾ ചെയ്യുക, സാധ്യമാക്കുക. അതാണ് ഏറ്റവും വലിയ ഒരു 2 കോമ്പണൻസിലെ 1 കോമ്പണൻ്റായ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രെങ്തനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് കോമ്പണൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഇൻസെൻറ്റീവ് കോമ്പണൻ്റ് ആണ്. എന്താണ് ഇൻസെൻറ്റീവ് കോമ്പണൻ്റ്? ഇൻസെൻറ്റീവ് കോമ്പണൻ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ട്രെസ്ഡ് 7 സ്റ്റേറ്റ്സിലെ ആ 7 സ്റ്റേറ്റ്സിന് ഇൻസെൻറ്റീവായിട്ട് കൊടുത്തിട്ട് പ്രീ ഡിഫൈൻഡ് റിസൾട്ടിൻ്റെ പ്രകാരം ഇൻസെൻറ്റീവ്സ് കൊടുക്കുക. അപ്പോൾ ഇത് ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും ഡിമാൻഡ് മാനേജ്മെൻറ്റ്, പിന്നെ ഓൺഗോയിങ് സ്കീംസ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓൺഗോയിങ് സ്കീംസ് കൺവെർജ് ചെയ്തിട്ട് ഗ്രൗണ്ട് വാട്ടർ പ്രോഗ്രാം ആണെങ്കിൽ അതിനെ കൺവെർജ് ചെയ്യുക, ഈ സ്കീമിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ ഗ്രൗണ്ട് വാട്ടർ റെജിമിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക. ഇതാണ് ഇൻസെൻറ്റീവ് കോമ്പണൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻസെൻറ്റീവ് കോമ്പണൻറ്റിന് സർട്ടൻ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ലിങ്ക് ഇൻഡിക്കേറ്റേഴ്സാണ്. ഡിസ്പേഴ്സ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻസെൻറ്റീവൈസ് നൽകുന്നത്. അതെന്താണ് ആ ഡിസ്പേഴ്സ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ഒരു 5 ഇൻഡിക്കേറ്റേഴ്സാണ് അതിനുള്ളത്. ഒന്ന് പബ്ലിക് ഗ്രൗണ്ട് വാട്ടർ ഡാറ്റ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട്. ഇത് പബ്ലിക് ഡിസ്ക്ലോഷർ ചെയ്ത് കഴിഞ്ഞാൽ 10% ഓഫ് ഫണ്ട്, ഇൻസെൻറ്റീവ് ഫണ്ട് ലഭിക്കും. പിന്നെ അടുത്തത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ലീഡ് സെക്യൂരിറ്റി പ്ലാൻസ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ലീഡ് വാട്ടർ സെക്യൂരിറ്റി പ്ലാൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 15% ഫണ്ട് കിട്ടും. പിന്നെ പബ്ലിക് ഫിനാൻസിങ് നൽകുന്നത് എങ്ങനെയാണെങ്കിൽ വെച്ചാൽ ഈ ഓൺഗോയിങ് സ്കീംസൊക്കെ കൺവെർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്കീമിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 20% ഇൻസെൻറ്റീവ് കിട്ടും. പിന്നെ ഓൾറെഡി ഈ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർ യൂസേജിൻ്റെ ഒരു പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടുന്നത് അതിലായിരിക്കും. 40% ഇൻസെൻറ്റീവ് ഫണ്ട് കിട്ടും. അപ്പോൾ അഡോപ്ഷൻ ഓഫ് പ്രാക്ടീസസ് ഫോർ എഫിഷ്യൻറ്റ് വാട്ടർ യൂസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 40% ഓഫ് ഇൻസെൻറ്റീവ് ഫണ്ട് കിട്ടും. പിന്നെ ഗ്രൗണ്ട് വാട്ടർ ലെവലിൽ ഒരു റേറ്റ് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്ത റേറ്റ് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങനെ ഇത്തരത്തിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നൽകി കഴിഞ്ഞാൽ 15% ഇൻസെൻറ്റീവ് കിട്ടും. മാത്രമല്ല ഇപ്പോൾ നല്ല ഒരു പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ആൻഡ് പെർഫോമിംഗ് ഏരിയ ആണെങ്കിൽ അവർക്ക് വീണ്ടും അഡീഷണൽ ഫണ്ടിന് എലിജിബിളാണ്. ഇതാണ് അടൽ ഭൂജൽ യോജനയെക്കുറിച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഇത് വെരി വാല്യുബിൾ ഇൻഫർമേഷൻ ആണ്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിവിൽ സർവീസ് പ്രീലിമിനറി ആൻഡ് മെയിൻസ് എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മെയിൻസ് എക്സാമിനൊക്കെ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്ലൈന് വേണ്ടി എടുത്തിരിക്കുന്നത് ചോദിച്ചാൽ ഈ ഒരു സ്കീമിനെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഇത്ര ഗ്രൗണ്ട് വാട്ടർ ലെവലിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഇതിൻ്റെ ഡാറ്റാസ് നമുക്ക് യൂസ് ചെയ്തിട്ട് അതിൽ എഴുതാൻ പറ്റും. അങ്ങനെയൊക്കെ എഴുതുകയാണെങ്കിൽ കൂടുതൽ പോയിൻ്റ് കിട്ടും.